നിയമസഭാ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. സഭയിൽ ഇപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധിക്കുകയാണ്. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ അവതാളത്തിലായി. വിഷയം ചോദ്യോത്തരവേള റദ്ദ് ചെയ്ത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. അങ്ങേക്ക് ഞാൻ 1 മിനിറ്റ് തന്നു. അങ്ങ് ചോദ്യോത്തരങ്ങളുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ദയവായി സഹകരിക്കൂ പ്ലീസ്. ബിജിമോൾ സർ, നമ്മുടെ സംസ്ഥാനത്ത് വരൾച്ചയെ മുന്നിൽ കണ്ടുകൊണ്ട് ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ച് വയ്ക്കുന്നതിന് എന്തെല്ലാം നടപടികളാണ് സംസ്ഥാന സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? പൊതുവിപണിയിലെ അരിവില ഉയരുന്നത് തടയുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ് എന്ന് അത് വിശദമാക്കാമോ? നമ്മൾ സംസ്ഥാനത്ത് ധാന്യ വിതരണം നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് സംഭരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നെല്ല് സംഭരിച്ച് അത് റൈസ് മിൽ ഉടമകളെ, നമ്മുടെ സപ്ലൈക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള റൈസ് മിൽ ഉടമകളെ കൊണ്ട് ആ നെല്ല് പ്രോസസ്സ് ചെയ്ത് അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന അതിൽ നിന്ന് ലഭിക്കുന്ന അരി നമ്മുടെ PDS സിസ്റ്റം വഴി വിതരണം ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് അരിയുടെ വില വർധനവ് തടയാൻ സംസ്ഥാന സർക്കാർ ആകാവുന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. FCIയിൽ നിന്ന് നമ്മുടെ ഓപ്പൺ മാർക്കറ്റ് സ്കീം അനുസരിച്ച് നാം ടെൻഡറിൽ പങ്കെടുത്തുകൊണ്ട് പുഴുക്കലരി 1400 ടൺ നമ്മൾ സംഭരിച്ച് സംസ്ഥാനത്തെ 1535 പരം വരുന്ന സപ്ലൈക്കോ മാർക്കറ്റ് വഴി നമ്മളിപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റ് നിരവധി ഇനം അരികൾ സംഭരിച്ച് നമ്മൾ സപ്ലൈക്കോ മാർക്കറ്റ് വഴി വിതരണം ചെയ്യുന്നുണ്ട്. ഓയിൽ പാമിൻ്റെ നമ്മുടെ സ്ഥാപനമായ വെച്ചൂരിലെ റൈസ് മില്ലിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേക ഇനം ക്വാളിറ്റി അരി കുട്ടനാട് റൈസ് എന്ന ബ്രാൻഡ് അവർ മാർക്കറ്റിൽ ഇറക്കുന്ന ഉൽപ്പന്നം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സംഭരിച്ച് സപ്ലൈക്കോ വഴി 33 രൂപ കിലോയ്ക്ക് നമ്മളിപ്പോൾ ഏറ്റവും കുറഞ്ഞ മിതമായ നിരക്കിൽ ഉൽപ്പന്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് അരിവില നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിനെ കൊണ്ടാകാവുന്നതൊക്കെ ഇന്നിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനം ഷീജ കൂടി നിയമസഭയിൽ നിന്നും ചേരുന്നുണ്ട്. അവിടെ നിന്നുള്ള വിവരങ്ങളുമായി ഷീജ, ചോദ്യോത്തരവേളയെ തടസ്സപ്പെടുത്തുന്ന ഒരു രീതിയിലേക്കാണോ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം മാറുന്നത്? തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷ പ്രതിഷേധം നീങ്ങുന്നത്. നിയമസഭയുടെ 14ാം കേരള നിയമസഭയുടെ 4ാം സമ്മേളനത്തിന് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കമായത്. ഇന്നിപ്പോൾ അതിന്റെ 2ാം ദിനത്തിൽ ചോദ്യോത്തരവേള ആരംഭിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ആരംഭിക്കുകയായിരുന്നു. സ്ത്രീ സുരക്ഷാ വിഷയത്തിലായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത്. അതിനുശേഷം സ്പീക്കറോട് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം നടന്നത്. എന്നാൽ ഈ വിഷയത്തിൽ നടപടിക്രമം അനുസരിച്ച് നിയമസഭയ്ക്ക് ഒരു നടപടിക്രമമുണ്ട്. അതനുസരിച്ച് തന്നെ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരം നൽകുന്നതായിരിക്കും എന്ന് സ്പീക്കർ പറയുകയുണ്ടായി. എന്നിട്ടും പ്രതിഷേധം കുറയാത്ത ഒരു പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവിന് 1 മിനിറ്റ് സംസാരിക്കാൻ സ്പീക്കർ അവസരം നൽകി. എന്നാൽ ആ സമയത്ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത് ചോദ്യോത്തരവേള റദ്ദാക്കണം, സ്ത്രീ സുരക്ഷാ വിഷയം ചർച്ചയ്ക്കെടുക്കണം, ഇത് അടിയന്തര പ്രമേയം ഇപ്പോൾ തന്നെ ചോദ്യോത്തരവേള റദ്ദാക്കി ഇപ്പോൾ തന്നെ ചർച്ചയ്ക്കെടുക്കണം എന്നൊരു ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കുകയായിരുന്നു. PT തോമസ് ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അത് അടിയന്തര പ്രമേയ വേളയിൽ തന്നെ എടുക്കുന്നതായിരിക്കും. ആ സമയം പ്രതിപക്ഷ നേതാവിനും ഈ വിഷയത്തിൽ സംസാരിക്കാൻ സാധിക്കുന്നതാണ് എന്ന് സ്പീക്കർ മറുപടി നൽകുകയായിരുന്നു. ചോദ്യോത്തരവേള ഒരു കാരണവശാലും റദ്ദാക്കാൻ സാധിക്കില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ ചോദ്യോത്തരവേളയുടെ നടപടിക്രമങ്ങളുമായി ഇപ്പോൾ സ്പീക്കർ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ പ്രതിപക്ഷ പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലാണ്. ഈ വിഷയം അടിയന്തരമായി തന്നെ ചർച്ചയ്ക്കെടുക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇത് അംഗീകരിക്കുവരെയും തങ്ങൾ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നൊരു നിലപാടിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ പ്രതിപക്ഷം. വിവരങ്ങൾ നൽകിയത്. നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം, സ്ത്രീ സുരക്ഷാ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ചോദ്യോത്തരവേള റദ്ദ് ചെയ്തുകൊണ്ട് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. എന്നാൽ ഈ വിഷയത്തിൽ സ്ത്രീ സുരക്ഷാ വിഷയത്തിൽ PT തോമസ് MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ആ വിഷയം അപ്പോൾ ചർച്ച ചെയ്യുമെന്ന് സ്പീക്കർ അറിയിച്ചു. എങ്കിൽ തന്നെയും
പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയും ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്കുമാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഒപ്പം സമാന്തരമായി ചോദ്യോത്തരവേളയും പുരോഗമിക്കുന്നുണ്ട് സഭയിൽ. രൂക്ഷമായ നെൽകൃഷിക്കാരെ പ്രശ്നം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ ഇന്നലെ പ്രതിപക്ഷ നേതാവ് വന്ന് തന്നെ കൃഷിക്കാർക്ക് വേണ്ടി കണ്ണീരൊഴുക്കി ഇരിക്കുന്ന സന്ദർഭത്തിൽ ഈ കൃഷിക്കാരുടെ പ്രശ്നം ചർച്ച ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ ഇത്തരം ഒരു അലങ്കോലപ്പെടുത്തുന്നത് എന്തുകൊണ്ടും കർഷക ദ്രോഹം. നെല്ല് സംഭരണത്തിൽ മില്ലുടമകൾക്ക് 136 രൂപയിൽ നിന്ന് അവരുടെ ഹാൻഡ്ലിംഗ് ചാർജ് 190 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 6 ഇനങ്ങളിലായി കൊടുക്കുന്ന ഈ സംഖ്യ അതിലെ നല്ലൊരു ഭാഗവും കൃഷിക്കാരാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കർഷകർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തികൾക്ക് ഇപ്പോൾ മില്ലുടമകൾ ആ പണം കൊടുക്കുന്നില്ല എന്നുള്ള വലിയ പരാതി തൃശ്ശൂർ ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. കൃഷിക്കാർക്ക് അർഹതപ്പെട്ട ആ സംഖ്യ മില്ലുടമകൾ കൊടുപ്പിക്കാൻ ആവശ്യമായ നടപടി സർക്കാർ എടുക്കുമോ, ആ പണം കൃഷിക്കാർക്ക് നേരിട്ട് കൊടുക്കാൻ മില്ലുടമക്ക് കൊടുക്കാതിരിക്കാൻ ആവശ്യമായ നടപടി എടുക്കുമോ എന്നതാണ് സർ. മില്ലുടമകൾക്ക് പ്രോസസിംഗ് ചാർജ് ഇനത്തിൽ 135 നിന്ന് 190 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ്. എന്നാൽ ആ തീരുമാനം എടുത്തുവെങ്കിലും നടപ്പാക്കിയിരുന്നില്ല. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യത്തെ നെല്ല് സംഭരണ സന്ദർഭത്തിൽ തന്നെ മില്ലുടമകൾ നെല്ല് സംഭരിക്കാതെ അവർ മാറി നിന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചുകൂട്ടി കൈക്കൊണ്ട തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 190 രൂപ പ്രോസസ്സിംഗ് ചാർജ് വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ ഗവൺമെന്റ് കൊടുക്കാൻ തീരുമാനിച്ചത് തീരുമാനം നടപ്പിൽ വരുത്തുവാനും അതുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളുടെയും തീരുമാനമെടുക്കുവാനും ഒക്കെ സാധിച്ചത്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. പ്ലീസ് ദയവായി അംഗങ്ങൾ സീറ്റിലേക്ക് പോകണം. പ്രതിപക്ഷ നേതാവിന് ഏത് സമയത്തും സംസാരിക്കാൻ അവസരം കൊടുക്കും. പക്ഷേ ചോദ്യോത്തര വേളയിൽ ചോദ്യങ്ങളുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിക്കാൻ നിർവാഹമില്ല. ഇത് ഇഷ്ടത്തിൻ്റെയും അനിഷ്ടത്തിൻ്റെയും പ്രശ്നമല്ല. ദയവായി സീറ്റുകളിലേക്ക് തിരിച്ചു പോകണം. വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് സഭയിൽ കൊണ്ടുവരാൻ വേണ്ടി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആ സമയത്ത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആർക്കും ഇടപെട്ട് സംസാരിക്കാൻ അവസരമുണ്ട്. ഇത് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, കർഷകരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യോത്തരവേള നടക്കുന്ന സമയത്ത് ഇത് ശരിയല്ല. കീഴ്വഴക്കങ്ങളും നടപടിക്രമങ്ങളും അനുസരിക്കാതെ ഈ നിലപാട് ശരിയല്ല. ദയവായി നിങ്ങൾ സീറ്റിലേക്ക് പോകണം. ഇതൊക്കെ പ്ലീസ് യെസ് ആവശ്യത്തിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. പ്ലീസ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ ബാബു ദയവായി ചേർന്നോട് സഹകരിക്കണം. നമുക്ക് ലഭിക്കേണ്ട അരിവിഹിതം കേന്ദ്ര ഗവൺമെന്റ് തടഞ്ഞുവെച്ച് കേരളത്തിലെ ജനങ്ങളെ അന്നം മുട്ടിച്ചു കൊല്ലാനാണ് സാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ അന്നം മുട്ടിച്ചു കൊല്ലുമ്പോൾ കേരളീയർക്ക് ആവശ്യമായ അരി ന്യായമായ വിലയ്ക്ക് കൊടുക്കാൻ ഇപ്പോൾ കേരള സർക്കാർ തന്നെ അരി വിതരണത്തിനുള്ള പുതിയ മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ ഇപ്പോൾ 3 ജില്ലകളിലാണെങ്കിൽ അത് എല്ലാ ജില്ലകളിലേക്കും താലൂക്കുകളിലേക്കും പഞ്ചായത്തുകളിലേക്കും അത്തരത്തിലുള്ള അരി വിതരണ കേന്ദ്രങ്ങൾ തുടങ്ങി ഈ കേരളീയരെ രക്ഷിക്കാൻ കേരള സർക്കാർ തയ്യാറാകും എന്ന വിശ്വാസത്തിലാണ് ജനങ്ങൾ. അതിനുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നാണ് എന്റെ ചോദ്യം. സർ, നമ്മളെ അരിവില നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് കൈക്കൊണ്ട തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ പ്രധാനപ്പെട്ട ജില്ലാ കേന്ദ്രങ്ങളിൽ അരിക്കട ആരംഭിക്കുകയുണ്ടായി. നാളെയോ മറ്റന്നാളോ പാലക്കാടും ആലപ്പുഴയിലും ആരംഭിക്കും. തുടർന്ന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും അരിക്കടകൾ ആരംഭിക്കുവാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 1535 പരം വരുന്ന സപ്ലൈകോ ഔട്ട്ലെറ്റിൽ കൂടി ഈ അരി, എല്ലാ ഇനം അരിയും ന്യായവിലയ്ക്കും സബ്സിഡി ഇനത്തിലും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ കെ രാജൻ, എന്റെ ചോദ്യം, 2013 KV തോമസ് കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സാഹചര്യത്തിൽ നടപ്പിലാക്കപ്പെട്ട നിയമം 3 വർഷക്കാലമായി കേരളത്തിൽ UDF നടപ്പിലാക്കാത്തതിന്റെ പേരിൽ കേരളത്തിലുണ്ടായ നഷ്ടം എത്ര കോടി രൂപയുടേതാണ് എന്ന് വിശദീകരിക്കാമോ? അത് മറികടക്കാൻ വേണ്ടി ഏതെങ്കിലും നടപടി നമുക്ക് സ്വീകരിക്കാൻ കഴിയുമോ? പ്ലീസ് സർ, ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം നമ്മുടെ സംസ്ഥാനത്ത് സമയത്ത് നടപ്പാക്കിയില്ല എന്നുള്ള അംഗത്തിന്റെ അഭിപ്രായം വളരെ ശരിയാണ്. 3 വർഷം പിന്നിട്ട് അതിനുശേഷം ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു.
ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സന്ദർഭത്തിലാണ് ആ നടപടികളുമായിട്ട് മുന്നോട്ട് പോയത്. കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ഈ പദ്ധതി നടപ്പാക്കാതിരുന്നതിന്റെ അടിസ്ഥാനത്തിലുണ്ടായ നഷ്ടം നമ്മൾ കണക്ക് എടുത്തിട്ടില്ല. കെ കൃഷ്ണൻകുട്ടി, സംഭരിച്ചാൽ വളരെ വൈകിയാണ് കൃഷിക്കാർക്ക് കിട്ടുന്നത്. സാർ, ഇതിന് മുമ്പിൽ സാർ ലെവി സമ്പ്രദായം ഉണ്ടായിരിക്കുമ്പോൾ നെല്ല് അളന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അവർക്ക് പണം കിട്ടുന്ന സഹകരണ ബാങ്കുകളിൽ കൂടെ പണം കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. സഹകരണ ബാങ്കുകളുമായി ആലോചിച്ച് നെല്ല് അളന്ന റെസീറ്റ് മുറിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പണം കിട്ടുന്ന ഒരു സംവിധാനത്തിനെ കുറിച്ച് ആലോചിക്കുമോ? നമ്മുടെ പ്രകടന പത്രികയിലും സഹകരണ സംഘങ്ങളിൽ കൂടെ കൊടുക്കും നെല്ല് അളന്നു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നടപ്പാക്കാനുള്ള കൂടിയാലോചിച്ച് അടുത്ത ക്രോപ്പ് തൊട്ട് നടപ്പാക്കാനുള്ള നടപടി സ്വീകരിക്കുന്നു. സാർ, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം പഴയ ഗവൺമെന്റ് നെല്ല് സംഭരിച്ച വകയിൽ കൊടുത്തു തീർക്കാനുണ്ടായിരുന്ന മുഴുവൻ തുകയും കൊടുത്തു. പിന്നീട് നെല്ല് സംഭരിച്ച വകയിലും നമ്മൾ വലിയ കാലതാമസം കൂടാതെ പണം കൊടുക്കുകയുണ്ടായി. നെല്ല് എടുക്കുമ്പോൾ തന്നെ പണം കൊടുക്കുവാനുള്ള നടപടികളെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതിന് പരിഹാരം ഉണ്ടാക്കും എന്നാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ശ്രീമതി സി കെ ആശ. സർ, ഇവിടെ മന്ത്രി വെച്ചൂർ മോഡേൺ റൈസ് മില്ലിലെ നെല്ല് സംഭരിച്ച് കുട്ടനാട് റൈസ് എന്ന പേരിൽ 33 രൂപ നിരക്കിൽ സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്നതായി അറിയിച്ചു. ഇവിടെ ഇപ്പം മന്ത്രി പറഞ്ഞത് ഇപ്പോൾ സംഭരിച്ച നെല്ലിൻ്റെ മുഴുവൻ തുക കൊടുത്തു തീർത്തുന്നതാണ്. എന്നാൽ വെച്ചൂരിലെ കർഷകരിൽ നിന്ന് വെച്ചൂർ മോഡേൺ റൈസ് മില്ലിൽ സംഭരിച്ച നെല്ലിൻ്റെ വില 3-4 മാസമായി കൊടുക്കാതെ ഉണ്ട് സാർ. അതിന് എന്ത് പ്രതിവിധിയാണ് ചെയ്യുന്നത്? എന്താണ് അതിനുള്ളൊരു തീരുമാനം, നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്ന് അറിയാം. വെച്ചൂർ മില്ല് സംഭരിച്ച നെല്ലിന്റെ പൈസ കൊടുക്കേണ്ടത് അവർ തന്നെയാണ്. അവർ നെല്ല് സംഭരിച്ച് അവരുടെ സ്വന്തം ബ്രാൻഡായി പ്രത്യേക ഇനം അരി മാർക്കറ്റിൽ ഇറക്കി അതിന്റെ ബിസിനസ് നടത്തുകയാണ് ആ സ്ഥാപനം. നമ്മുടെ PDS ബന്ധപ്പെട്ടതല്ല. എന്നാൽ ആ ഓയിൽ പാമിന്റെ വെച്ചൂർ മില്ല് ഉൽപ്പാദിപ്പിക്കുന്ന റൈസ് മുഴുവനായി സപ്ലൈക്കോ സംഭരിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരുമായി ചേർന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന അരിക്ക് 32 രൂപ 50 പൈസ അവർക്ക് നൽകാനും 33 രൂപയ്ക്ക് ആ അരി മാർക്കറ്റിൽ വിപണനം ചെയ്യാനും തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 90 മെട്രിക് ടൺ അരി സപ്ലൈക്കോ ഇതിനകം എടുത്തു. 247 ടൺ അരിക്ക് സപ്ലൈക്കോ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന അനുസരിച്ച് സപ്ലൈക്കോയ്ക്ക് അവർ കൈമാറും. ആ കൈമാറുന്ന അരി കോട്ടയം, എറണാകുളം, ആലപ്പുഴ ആ ജില്ലകളിൽ അവർ തന്നെ നേരിട്ട് കൊണ്ടുവന്ന് വിതരണം നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ അരി മലബാർ ഏരിയയിലേക്ക്, ഇത്തരം അരി ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മലബാർ ഏരിയയ്ക്ക് കൂടി വിതരണം ചെയ്യാനായിട്ട് നിലപാട് അവരെ അറിയിച്ചിട്ടുണ്ട്. ശ്രീ കെ വി വിജയദാസ്. നെല്ല് സംഭരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാതൃകാപരമായി നടത്തുന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. പക്ഷേ സംഭരിച്ച നെല്ലിൻ്റെ പണം നൽകുന്നതിന് കേന്ദ്ര സർക്കാർ മനഃപൂർവമായ കാലതാമസം ഇവിടെ ഉണ്ടാക്കുന്നു. ഇതിൻ്റെ ഫലമായി കർഷകർക്ക് കൃത്യസമയത്ത് പണം ലഭിക്കാത്ത അവസ്ഥയും ഉണ്ടാകുന്നു. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇതിന് സഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. അതേസമയം സ്ത്രീ സുരക്ഷാ വിഷയം ചോദ്യോത്തരവേള റദ്ദ് ചെയ്ത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധമുയർത്തി. നിലപാട് അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രതിപക്ഷം സഭ വിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് വളരെ വേഗം തിരികെ